നമസ്കാരം. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ പണത്തിന് വലിയൊരു പങ്ക് തന്നെയുണ്ടല്ലേ. പണമില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് പലപ്പോഴും നമ്മൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലാഴ്ത്തുന്നത്. ധനത്തിന്റെ സ്ഥാനത്ത് ധനം ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് ജീവിക്കാനും നമ്മുടെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ നടത്തിയെടുക്കാനും ഒക്കെയും സാധിക്കുകയുള്ളൂ. ഇന്ന് പലരും നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ, കടങ്ങൾ. കയ്യിൽ പണമില്ലാത്ത സമയത്താണ് നമ്മൾ മറ്റൊരാളോട് കടം വാങ്ങിക്കേണ്ടി വരുന്നത്. ഇങ്ങനെ കടം വാങ്ങിക്കുന്ന സമയത്ത് അതൊരു ബാധ്യതയായി മാറുകയും പിന്നീട് അങ്ങോട്ട് അത് തീർക്കാനുള്ള ഒരു നെട്ടോട്ടമായിട്ട് മാറുകയാണ് നമ്മുടെ ജീവിതം. നമ്മൾ എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാവുന്നില്ല, സാമ്പത്തികപരമായിട്ട് നമുക്ക് ഒരു ഉയർച്ചയും ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. നിങ്ങൾ ഒരു സ്ത്രീ ആണെങ്കിൽ, ഒരു വീട്ടമ്മയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിൽ ഞാൻ ഇന്ന് ഈ പറയുന്ന രീതിയിൽ ഈ രഹസ്യക്കൂട്ട് ഒന്ന് ചെയ്തു വച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന സകല കടങ്ങളും ദുഃഖങ്ങളും ദാരിദ്ര്യവും വിട്ടുപോകും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സർവ്വ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരും. തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നിങ്ങൾ വളരെയധികം വിശ്വാസത്തോടു കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. വിശ്വാസപൂർവ്വം നിങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഞാൻ ഇന്നിവിടെ പറയുന്ന ഈ ഒരു കാര്യം നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾ, കുടുംബിനികൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള എല്ലാ ഐശ്വര്യവും നിങ്ങളുടെ വീടിന് വന്നു ചേരുന്നതായിരിക്കും. അപ്പം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന ഈ ഒരു കാര്യം ചെയ്യാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിവസം എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണ്. നിങ്ങൾക്ക് ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാം. നമ്മൾ ഈ ചെയ്യാൻ പോകുന്നത് ധനപരമായിട്ടുള്ള, ധനത്തെ ആകർഷിക്കാനുള്ള, നമ്മുടെ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കുന്ന ഒരു കർമ്മമാണ്. ലക്ഷ്മി ദേവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള കർമ്മങ്ങൾ നമ്മൾ എപ്പോഴും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി വെള്ളിയാഴ്ച മാത്രമേ ചെയ്യാവൂ എന്നില്ല, നിങ്ങൾക്ക് ഏത് ദിവസവും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം സന്ധ്യാസമയമാണ്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ വെള്ളിയാഴ്ച ദിവസം സന്ധ്യാസമയത്ത് തന്നെ ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് വേണ്ടത് ഒരു ചെറിയ കുപ്പിയാണ്. അത് പ്ലാസ്റ്റിക്കിൻ്റെയോ ഗ്ലാസിൻ്റെയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ചെറിയ ജാറോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കുപ്പിയോ ഗ്ലാസിൻ്റെ ഒരു കുപ്പിയോ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല വൃത്തിയായി കഴുകി തുടച്ച് വേണം നിങ്ങളത് എടുക്കാൻ. നിങ്ങൾ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചതാണ് എന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ കഴുകി തുടച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി കിഴി കെട്ടാനായിട്ട് നമുക്ക് ഒന്നുകിൽ ഒരു വെള്ള പേപ്പർ എടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയുള്ള വെള്ളയോ ചുവപ്പോ മഞ്ഞയോ ഈ 3 നിറത്തിലുള്ള തുണിയോ എടുക്കാവുന്നതാണ്. അത് നിങ്ങളുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഈ ചൂസ് ചെയ്യാം. വൈറ്റ് പേപ്പർ ആണ് എന്നുണ്ടെങ്കിൽ അതെടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ മഞ്ഞ, ചുവപ്പ് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വെള്ള ഏതെങ്കിലും ഒരു തുണി കഷ്ണമായാലും മതി. ഏത് തന്നെ ആയാലും വൃത്തിയുള്ളതായിരിക്കണം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി പേപ്പർ എടുക്കുന്ന സമയത്ത് വൈറ്റ് പേപ്പർ, ലൈൻസ് ഇല്ലാത്ത പേപ്പർ വേണം എടുക്കാനായിട്ട്. ലൈൻസ് ഉള്ള പേപ്പർ എടുക്കരുത്. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും എഴുതി വെച്ചിരിക്കുന്ന പേപ്പറോ അങ്ങനെയൊന്നും എടുക്കാൻ പാടില്ല. വൃത്തിയുള്ള ഒരു പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റ് പേപ്പർ വേണം എടുക്കാൻ. ഇതൊക്കെയും നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള വസ്തുക്കളാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങേണ്ട ഒരു ഐറ്റം ആവശ്യമുണ്ട്. ഇതിൻ്റെ പേര് ഇന്ദുപ്പ് എന്നാണ്. ഇത് അങ്ങാടി കടയിലൊക്കെ പറഞ്ഞാൽ വാങ്ങാനായിട്ട് കിട്ടും. സാധാരണ ഉപ്പല്ല, ഹിമാലയൻ റോക്ക് സോൾട്ട് എന്ന് പറയുന്ന ഇന്ദുപ്പ്. ഇതാണ്. ഉപ്പ് മാറിപ്പോവാൻ പാടില്ല. സാധാരണ ഉപ്പല്ല നമുക്ക് വേണ്ടത്, ഇന്ദുപ്പ് തന്നെ വേണം. അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് വേണ്ട മറ്റൊരു വസ്തുവാണ് വയമ്പ് എന്ന് പറയുന്നത്. ഇതും നമുക്ക് അങ്ങാടി കടകളിൽ വാങ്ങിക്കാനായിട്ട് ലഭിക്കും. ഇനി അതോടൊപ്പം തന്നെ കുറച്ച് പച്ചക്കർപ്പൂരം കൂടെ വേണം. വളരെ ചെറിയ അളവിലെ ഇതൊക്കെയും ആവശ്യമുള്ളൂ.
അപ്പൊ നമ്മൾ ഇന്ദുപ്പ് വാങ്ങിച്ചു, പച്ചക്കർപ്പൂരം വാങ്ങിച്ചു, വയമ്പ് വാങ്ങിച്ചു കൊണ്ടുവന്നു. ശേഷം ഒരു ദിവസം സന്ധ്യയ്ക്ക്, സാധിക്കുന്നവര് വെള്ളിയാഴ്ച ദിവസം സന്ധ്യയ്ക്ക് ഇത് നമുക്ക് ഈ ഒരു കർമ്മം ചെയ്യാനായിട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അന്നത്തെ ദിവസം സന്ധ്യയ്ക്ക് 5 തിരിയിട്ട് നിലവിളക്ക് കത്തിക്കണം. നിങ്ങൾ സാധാരണയും 5 തിരിയിട്ട് തന്നെയാണ് തെളിയിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ തെളിയിക്കാം. ഇനി മിക്ക വീടുകളിലും സന്ധ്യാസമയത്ത് 2 തിരിയിട്ടായിരിക്കും നിലവിളക്ക് തെളിയിക്കുന്നത്. അങ്ങനെയുള്ളവര് ഈ ഒരു കർമ്മം ചെയ്യുന്ന ദിവസം സന്ധ്യയ്ക്ക് 5 തിരിയിട്ട് വിളക്ക് തെളിയിക്കുക. ഇനി നിലവിളക്കിനടുത്തായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള മഹാലക്ഷ്മി ദേവിയുടെ ഫോട്ടോയോ അല്ലെങ്കിൽ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അത് വെച്ചതിന് ശേഷം ദേവിയുടെ ഫോട്ടോയിലേക്ക് അല്ലെങ്കിൽ വിഗ്രഹത്തിലേക്ക് ചുവന്ന നിറത്തിലുള്ള പൂക്കൾ സമർപ്പിക്കുക. ശേഷം ദേവിയോട് നിങ്ങൾ നേരിടുന്ന ആ ഒരു ബുദ്ധിമുട്ടുകൾ, നിങ്ങളുടെ കടബാധ്യതകളൊക്കെ ഇല്ലാതാക്കാനായിട്ട്, നിങ്ങൾക്ക് ധനവരവ് ഉണ്ടാകാനായിട്ട് ഒക്കെയും പ്രാർത്ഥിച്ചതിന് ശേഷം വേണം നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാനിരിക്കാൻ എന്ന് പറയുന്നത്. അപ്പൊ സന്ധ്യക്ക് 6:30 ശേഷം വിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ ആ നിലവിളക്ക് 5 തിരിയിട്ട് കത്തിച്ച് മഹാലക്ഷ്മി ചിത്രം വെച്ച് ആ ചിത്രത്തിന് മുന്നിൽ ദേവിക്ക് പൂക്കൾ സമർപ്പിച്ച് മഹാലക്ഷ്മി അമ്മയെ പ്രാർത്ഥിച്ചിട്ട് അതിനുശേഷം വേണം ഈ വസ്തുക്കൾ എടുത്തുകൊണ്ടുവന്ന് നിങ്ങൾ ഇരിക്കാൻ എന്ന് പറയുന്നത്. അപ്പൊ മഹാലക്ഷ്മി ചിത്രം ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, നിലവിളക്കിനെ തന്നെ മഹാലക്ഷ്മിയായിട്ട് സങ്കല്പിച്ചുകൊണ്ടും ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ്. അങ്ങനെ നിലവിളക്കിന് അഭിമുഖമായിട്ട് ഇരുന്നു കൊണ്ട് ഈ കൊണ്ടുവന്നിരിക്കുന്ന വസ്തുക്കളെല്ലാം അടുത്ത് വെച്ചുകൊണ്ട് ആദ്യം ഇന്ദുപ്പെടുക്കുക. കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഇന്ദുപ്പിൽ ഒരു കൈ അളവിൽ അല്ലെങ്കിൽ ഒരു പിടി ഇന്ദുപ്പെടുക്കുക. ഇന്ദുപ്പെടുത്ത് ആ നിലവിളക്കിന് 3 പ്രാവശ്യം ഉഴിയണം. ഉഴിയുന്ന സമയത്ത് ഓം പത്മായേ നമ എന്ന് ചൊല്ലിക്കൊണ്ട് 3 തവണ ഇന്ദുപ്പ് ഉഴിയുക. ഓരോ ഉഴിയലിലും ഓം പത്മായേ നമ എന്ന് ചൊല്ലുക. രണ്ടാമതായിട്ട് വയമ്പ് തുണ്ടാണ് എടുക്കേണ്ടത്. വയമ്പ് തുണ്ടെടുത്ത് ഇതുപോലെ തന്നെ നിലവിളക്കിനെ 3 തവണ ഉഴിയുക. ഓം ധന്യായേ നമ എന്ന് ചൊല്ലിക്കൊണ്ട് വയമ്പ് തുണ്ട് ഉഴിയുക. അതും നമ്മൾ നേരത്തെ ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഉപ്പ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പേപ്പറോ അല്ലെങ്കിൽ തുണിയോ എന്താണ് നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നത് അതിലേക്കാണ് വയ്ക്കേണ്ടത്. അതിൻ്റെ കൂടെയായിട്ട് തന്നെ നമുക്ക് ഈ വയമ്പ് തുണ്ട് കൂടെ വയ്ക്കാവുന്നതാണ്. ഇനി മൂന്നാമതായിട്ട് പച്ചക്കർപ്പൂരം എടുക്കുക. പച്ചക്കർപ്പൂരം എടുത്ത് ഇതുപോലെ തന്നെ നിലവിളക്കിനെ 3 തവണ ഉഴിയുക. ഓം പ്രദായേ നമഃ എന്ന് ചൊല്ലിക്കൊണ്ട് പച്ചക്കർപ്പൂരം ഉപയോഗിച്ച് 3 തവണ നിലവിളക്കിന് ഉഴിയണം എന്നുള്ളതാണ്. ശേഷം ഈ ഉഴിഞ്ഞെടുത്തിരിക്കുന്ന പച്ചക്കർപ്പൂരവും നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉപ്പിന്റെയും വയമ്പിന്റെയും കൂടെ വെക്കാവുന്നതാണ്. ശേഷം ഇതെല്ലാം കൂടെ എടുത്ത് ആ ഒരു പേപ്പറോ അല്ലെങ്കിൽ തുണിയോ ശരിയായിട്ട് നമ്മൾ കയ്യിൽ എടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്യണം. അതിൻ്റെ ഉള്ളിലുള്ള വസ്തുക്കൾ പുറത്ത് കാണാത്ത രീതിയിൽ ശരിയായിട്ട് കവർ ചെയ്യണം. ഈ പൊതിയുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നൂല് ഉപയോഗിച്ച് അതിൻ്റെ പുറത്ത് കെട്ടാവുന്നതാണ്, അഴിഞ്ഞു പോകാതിരിക്കാനായിട്ട്. അപ്പോൾ ഈ കിഴിയുടെ ഉള്ളിലുള്ളത് ഇന്ദുപ്പ്, പച്ചക്കർപ്പൂരം, വയമ്പ് തുണ്ട് എന്നിവയാണ്. ഇതാണ് നമ്മുടെ രഹസ്യക്കൂട്ട് എന്ന് പറയുന്നത്. ഇനി ഈ പൊതി നമ്മൾ ഈ ഒരു രഹസ്യക്കൂട്ട് ചുറ്റി വെച്ചിരിക്കുന്ന ആ ഒരു പൊതി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുപ്പിക്കുള്ളിലേക്കാണ് ഇടേണ്ടത്. ഇത് കുപ്പിക്കുള്ളിലേക്ക് ഇടുന്ന സമയത്തും നമ്മൾ ഈ പറഞ്ഞതുപോലെ മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ദുഃഖ ദുരിതങ്ങളും ഇല്ലാതാക്കാനായിട്ട്, കടബാധ്യതകൾ ഇല്ലാതാക്കാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഇടാനായിട്ട്. ശേഷം മറ്റാരും തൊടാത്ത രീതിയിൽ ഇത് നമ്മൾ ഈ ഒരു കുപ്പി കൊണ്ടുപോയിട്ട് നമ്മുടെ അടുക്കളയിലാണ് വയ്ക്കേണ്ടത്. അടുക്കളയിൽ അധികമാരുടെയും ശ്രദ്ധ പതിക്കാത്ത ഒരു സ്ഥാനത്ത്, അതുപോലെ തന്നെ മറ്റാർക്കും എടുക്കാൻ സാധിക്കാത്ത ഒരു സ്ഥാനത്ത് വയ്ക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പൂർണ്ണ വിശ്വാസത്തോടെ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം കടന്നു വരും, നല്ല ദിവസങ്ങൾ കടന്നു വരും, നിങ്ങളുടെ കടങ്ങൾ പതിയെ പതിയെ ഇല്ലാതാകും, നിങ്ങളുടെ കയ്യിലേക്ക് ധനവരവുണ്ടാകും, പണം കടന്നു വരും. വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. ഏതൊരാൾക്കും ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണിത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്, കടബാധ്യതകൾ നേരിടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ചെയ്തു നോക്കൂ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫലം ലഭിക്കും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.